ഇന്ന് തോട്ടത്തിലൊന്നല്ല വീടിന്റെ മുറ്റത്താണുള്ളത്. ഇപ്പൊ നമുക്ക് കുറച്ച് ചേമ്പ് കളച്ചെടുക്കാനുണ്ട്. ഇതാണ് നമുക്ക് കളയ്ക്കാനുള്ള നല്ല പാൽച്ചേമ്പുകൾ കേട്ടോ. നമ്മൾ ചേന നട്ട സ്ഥലത്ത് അതിന്റെ സൈഡിലൂടെ ആയിട്ട് കുറച്ച് ചേമ്പന്ന് നട്ടു കൊടുത്താണ്. ഇപ്പൊ എങ്ങനെ ഉണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കളച്ചു നോക്കിയാലൊക്കെ അറിയുള്ളൂ. പിന്നെ നമ്മൾ നിൽക്കുന്ന സ്ഥലം കണ്ടില്ല, നമ്മള് ചേന നട്ട സ്ഥലം. നമ്മൾ ഓണത്തിന് കൂടുതൽ ചേന വിളവെടുത്ത സ്ഥലമാണിത്. പന്നീന്റെ ശല്യം കൊണ്ട് നമ്മൾ പറഞ്ഞല്ലോ ചേനയും ചേമ്പൊക്കെ നട്ടുള്ളത് നമ്മുടെ വീടിന്റെ മുൻഭാഗത്താണ്. അപ്പൊ ഇതിന്റെ കുറച്ച് ചേനകളുണ്ട്. ഇതൊക്കെ ഈ ചേനകളൊക്കെ നമുക്ക് കളച്ചെടുക്കാനുള്ള, ഇത് വിത്തിനുള്ളതായതുകൊണ്ട് കുറച്ചും കൂടെ ഒന്ന് ആവാനുണ്ട്. ഇപ്പൊ തന്നെ കളച്ചു വെക്കാൻ പറ്റില്ല. വിത്തിനാകുമ്പോൾ ഒരു 1-1.5 മാസം കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ കളച്ചെടുക്കുള്ളൂ. ഈ സ്ഥലത്ത് ഇപ്പൊ പെട്ടെന്ന് നട്ടു കൊടുക്കാൻ നമുക്ക് ചൈനീസ് കാബേജും ബ്രൂക്കോളിയും നടാനായിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടല്ലേ, ഏരിയകളൊക്കെ റെഡിയാക്കി. കുറച്ച് സ്ഥലം കൂടെ നമുക്ക് കിട്ടാനുണ്ട്. അപ്പൊ ആ സ്ഥലത്ത് നമ്മളെ ചേമ്പ് ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ചേമ്പ് കളച്ചെടുക്കുന്നത്. ചേന ചിലതൊക്കെ തണ്ട് ചീഞ്ഞതൊക്കെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇവിടെയൊക്കെ ചേനയുടെ ഇതുണ്ട്. അപ്പൊ തണ്ട് ചീഞ്ഞ് പോയതുകൊണ്ട് നമ്മൾ കുറ്റി അടിച്ചിട്ട് ഇനി വിത്തിന് കളക്കുമ്പോൾ ഇത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ചീഞ്ഞ് പോകും. കണ്ട ഒരു തണ്ട് നിൽക്കുന്നത്, ഇതൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇങ്ങനെ ചീഞ്ഞ് അരിഞ്ഞു പോകും. ആ സമയത്ത് നമ്മൾ ഇവിടെയൊക്കെ ഒരു കുറ്റി അടിച്ച് വെക്കുന്നുണ്ട് വിത്തിനായിട്ട് കളക്കാനൊക്കെ ആയിട്ട്. നാസർക്ക് നമുക്ക് തുടങ്ങല്ലേ. ഇപ്പൊ പാൽച്ചേമ്പ് നട്ട് വേറെ സംഭവിച്ചാൽ കുറച്ചൊരു സ്ഥലം ഒഴിവുണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു ഗ്യാപ്പേ ഉണ്ടായിരുന്നുള്ളൂ ചേന നട്ടിട്ട്. അപ്പൊ ഇങ്ങനെ സൈഡിലൂടെ നട്ടുകൊണ്ട് ഇതിന് കറക്റ്റ് മണ്ണ് കയറ്റി കൊടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഉള്ള വിത്തുകൾ എന്തായി, ഏതായാലും തോട്ടത്തിൽ നട്ടാൽ കിട്ടൂല, പന്നി കൊണ്ടോ. കുറച്ച് അടുപ്പിച്ചാണ് നട്ടിട്ടുള്ളത്. പിന്നെ മാത്രമല്ല കണ്ടില്ല, മണ്ണ് അധികം കയറ്റി കൊടുക്കാൻ പറ്റിയില്ല. അങ്ങോട്ട് ഇവിടെയൊക്കെ ചേനയായിരുന്നു ആ സമയത്ത്. പിന്നെ ചേമ്പ് കിട്ടുന്നത് ബോണസ് എന്നുള്ള രീതിക്ക് നട്ടുകൊടുത്താണ്. എന്ത് ചെയ്യും, ആദ്യം ഇതിന്റെ ഇലകളൊക്കെ നമുക്ക് വെട്ടി ഒഴിവാക്കാം. ഓക്കെ, എന്താ നോക്കി ഇലകള് നമ്മളെ തീറ്റായിട്ട് കൊടുക്കട്ടോ. നമ്മളെ ഇത് മാറ്റി വെക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ കുളത്തിൽ ഇങ്ങനെ കെട്ടി താത്തി വെച്ചാൽ നമ്മൾ പിലോപ്പികൾ നല്ല കഴിക്കും. വേഗം നമുക്ക് എല്ലാ ഇലകളും ഒന്ന് മാറ്റാം. ഈ വലുപ്പത്തിലുള്ള ചേമ്പൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല, വിത്തൊന്നും ഉണ്ടാവില്ല. അതൊക്കെ എന്താ അവസ്ഥ നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം പന്നി കുത്തിയെടുത്ത് അതിന്റെ കടകൾ കൊടുത്തിട്ട് ഇങ്ങനെ ഈ ചേമ്പ് നടുമ്പോൾ നമ്മൾ വിത്തല്ല നടുന്നത്, ഇതിന്റെ കണ്ടകളുണ്ട്. അതുപോലത്തെ ഈ സാധനങ്ങളാണ് നമുക്ക് പറിക്കുമ്പോൾ കാണിച്ചു തരാം. അതാണ് നമ്മൾ എടുത്ത് നടുന്നത്. പന്നി കിളച്ചതിന്റെ ബാക്കി കിട്ടിയത് എടുത്തിട്ട് ഇവിടെ നട്ടു കൊടുത്താണ്. ഏതായാലും നമുക്ക് എല്ലാം ഒന്ന് കളച്ചു നോക്കാം എന്താ അവസ്ഥ. ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല ഷെയ്ഡായിരിക്കും. അപ്പൊ നമുക്ക് ബ്രൂക്കോളിയും ചൈനീസ് കാബേജ് ഒന്നും കറക്റ്റ് വളർച്ച കിട്ടില്ല, വെളിച്ചം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഇപ്പൊ ഇത് വേഗം ഒഴിവാക്കുന്നില്ല. നമുക്ക് കുറച്ചും കൂടെ നിർത്തായിരുന്നു. നമുക്ക് പച്ചക്കറി കറക്റ്റായി കിട്ടൂല, ഒന്ന് മാറ്റിയിട്ടില്ലെങ്കിൽ മറ്റേത് റെഡി ആവില്ല. അങ്ങനെ പ്രശ്നം കൂടെ വരും. ഞാൻ പറഞ്ഞാൽ ഈ ആഴ്ചയോടുകൂടെ നമ്മൾ പച്ചക്കറി തൈകളൊക്കെ നട്ട് തീർക്കാനുള്ളതാണ്. ഇനി നമുക്ക് ചൈനീസ് കാബേജും ബ്രൂക്കോളി ഇത് രണ്ടും കൂടെ നട്ടു കഴിഞ്ഞാൽ നമ്മുടെ പണികൾ ഏകദേശം കഴിയും. പച്ചക്കറി നടുന്ന പണികൾ ഇനി അതൊക്കെ വിളവെടുത്തിട്ട് നമ്മൾ അടുത്തയിലോട്ട് പോവുള്ളൂ. കാപ്പിയൊക്കെ പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് നാസർക്ക് ഞാൻ തോട്ടത്തിൽ പോയപ്പോൾ ഉൾഭാഗത്തൊക്കെ കാപ്പികൾ പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞാൽ ഇനി ചെത്തിക്കൂട്ടിന്റെ പണിയെടുക്കാനുള്ളതാണ്. അപ്പൊ അതിന്റെ മുന്നേ ഇതൊക്കെ അന്ന് ഉമ്മ എടുത്തിട്ട് ചെറിയതിന്റെ തൂമ്പുതണ്ട് എടുത്തിട്ട് നമ്മൾ തോരൻ വെച്ചിരുന്നു കേട്ടോ. ഇതുപോലത്തെ ഇളയത് ഉണ്ടല്ലേ, നമ്മൾ താള് വെക്കുന്ന പോലെ ഇതുവാണിക്ക് മാറ്റി വെക്കും. ഇതൊക്കെ ഉമ്മ ചിലപ്പം തോരൻ വെക്കാൻ എടുത്തോളൂ. അങ്ങനത്തെ കുറവാണ്. ഇപ്പൊ തൂമ്പ് വരൽ കുറഞ്ഞു. ഇപ്പൊ ലാസ്റ്റ് ആയില്ലേ. നമ്മളെ തിലോപ്പിയൊക്കെ ഇഷ്ടം പോലെ ചേമ്പിലായിട്ടുണ്ട് കേട്ടോ. ഇനി വേദം എടുത്ത് മാറ്റി കൊടുക്കണം. അപ്പൊ നാസറൊക്കെ കിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നല്ല ഉറപ്പല്ലേ? മണ്ണ് കുറച്ച് നല്ല ഉറപ്പുണ്ട്. പന്നിയൊക്കെ ആണെങ്കിൽ ഇത് പെട്ടെന്ന് ഈ കണ്ട കുത്തിയാണ് മറിച്ചെടുത്തോളൂ. പന്നി സിമ്പിളാ കളക്കുക. നമ്മൾ പിന്നെ ശ്രദ്ധിച്ചു വേണം വിത്തൊക്കെ കിട്ടുമെന്നൊക്കെ നോക്കിയിട്ടില്ലേ. അവർക്ക് പിന്നെ എന്തും തീറ്റയല്ല ഇതിന്റെ. അപ്പം ഇതുകൊണ്ട് മാറ്റട്ടെ. നമ്മളെ കെങ്ങ വന്നിട്ടുണ്ട്. കെങ്ങ ഇങ്ങോട്ട് വാ. നമുക്ക് ഇതെടുത്തിട്ട് നമ്മളെ കുളത്തിനോടെ കൊണ്ടുവെക്കണം. ഇത് കളക്കാന് റൗണ്ടിൽ മണ്ണെടുക്കാൻ പോലുള്ള സ്ഥലമില്ല. പിന്നെ വിത്തിനെക്കാട്ട് ഇഷ്ടം പോലെ നമുക്ക് വേരുണ്ട്. അതുകൊണ്ട് ഭയങ്കര പണിയായി. കഴിഞ്ഞ ദിവസം എടുക്കല്ലേ, എന്താ പിടിച്ചോളി. ഇതാ സംഗതി നല്ല കരുത്തുണ്ട് ചേനക്ക്. പക്ഷെ വിത്തില്ലാതാ തോന്നുന്നത്. പിടിച്ചോ യാത്രക്ക. എന്റെ അമ്മ ഇതിന്റെ കാലം പിടിച്ചാ. വിത്തൊക്കെ ഉണ്ട്. ഇത് നോക്കിയ വിത്തുണ്ട്, വിത്തൊക്കെ ഉണ്ട്. ഇന്റെ അമ്മ ഇത്ര സ്ഥലമേ ഉള്ളൂ. ഇതിലങ്ങനെ തിരിഞ്ഞു വരാനുള്ള ഗ്യാപ്പും ഇല്ല. ഇവിടെ കളവാണ്. അപ്പൊ നടുമ്പോ എല്ലാരും ഇങ്ങനത്തെ ഇടങ്ങാറ് പിടിച്ച സ്ഥലത്ത് നടുക. അപ്പൊ കളക്കാനും കുറച്ച് പണിയിടും. അപ്പൊ അത് തിന്നാൻ കുറച്ച് ടേസ്റ്റും കൂടും. മെനക്കെടുന്നുണ്ട്. ഇത് വിത്തുണ്ട് സംഭവം. ഇത് മൊത്തം ഒന്നും കളക്കണ്ട. ഇത് ഉണ്ടാവും നമുക്ക് ഇഷ്ടം പോലെ. അല്ലെങ്കിൽ ഇല വെട്ടി വെച്ച കുഴപ്പമില്ലല്ലോ. കരുത്ത് കൂടുമ്പോ ഇതുപോലെ വേര് കൂടിയിട്ട് വിത്ത് കുറയും. എന്നാലും ഉണ്ട്. ഇത് ആദ്യം നമ്മൾ കൊത്തുമ്പോ പോയതാട്ടോ. വിത്ത് പൊട്ടിപ്പോയി. ഇതിന്റെ കഷ്ണം അത് കിട്ടി. ഇന്നലെ സംഭവം ഉണ്ട് ടാസർക്ക. ഇത് അമ്മ വേര് കണ്ടാല് മറ്റേ വിത്തിനെക്കാട്ടി കൂട് മണ്ണ് കൊത്തിയിരിക്കി. ഇങ്ങനെ പറിച്ചെടുക്കണ്ട. വേരിങ്ങനെ അരിഞ്ഞു കഴിഞ്ഞാലേ കത്തിയിട്ട് വേര് കഴിഞ്ഞാൽ അത് കത്തിയതാ. നമ്മൾ ഒരു 10 ചേന കളക്കേണ്ട സമയം എടുത്ത് ഒരു ചേമ്പ് കളക്കാൻ.
അത് കരുത്ത് കൂടി മാത്രമല്ല അവിടെ സ്ഥലമില്ല. നിന്നിട്ട് നമുക്കൊരു കുഴി വട്ടം കുത്തിയാൽ പെട്ടെന്ന് തട്ടിയാൽ കിട്ടും. ഒന്ന് വൃത്തിയാക്കി നമുക്ക് കാണിക്കാൻ നാസർക്ക. കണ്ട മണ്ണ് ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പൊ കിട്ടുന്ന വിത്തുകൾ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക. നമ്മളെ ചേമ്പ് മോശം ആരാ പറഞ്ഞതാ? എന്നിട്ട് നോക്ക്, നല്ല അടിപൊളി വിത്ത് ഇങ്ങനെ കിട്ടുന്നുണ്ട്. കിട്ടുക അത് പൊട്ടിക്ക്. ഇതാ ഇവിടെ ഒന്നുണ്ട്. പിടിക്കട്ടെ. ഇത് കുറച്ച് അടിയില്ല. ഇതാ അല്ല നല്ലത് കിട്ടക്കണ്ടല്ലേ. നല്ല സൂപ്പർ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. ഇതിൽ നിന്ന് തന്നെ നമുക്കൊരു കൊട്ട കിട്ടട്ടെ. ഇതാ ചിലത് നമ്മളെ കൊത്തിയ സമയത്ത് ഇതൊക്കെ ഇങ്ങനെ കൈക്കോട്ട് തട്ടിപ്പോയതാണ്. അതൊന്നും കുഴപ്പമില്ല, ആക്കും വേഗം എടുക്കാം. ഇതെടുക്കുക. ഇപ്പൊ നല്ല വെയിലും വന്നല്ല നാസർക്ക. ഇതൊക്കെ കളച്ച് മേലാന്നിപ്പോ കിളക്കുന്ന സമയത്ത് വെയിൽ കുറഞ്ഞ നന്നായി, അല്ലെങ്കിൽ ഒന്നുകൂടെ വേർത്തി. പിന്നെ ഇപ്പൊ ഈ ഒരു സമയത്ത് ചേമ്പിന് ഏറ്റവും വിലയുള്ള സമയമാട്ടോ. എന്താ വെച്ചാൽ ശബരിമല സീസൺ ആയി, എല്ലാവരും മാലയൊക്കെ ഇട്ട് തുടങ്ങി. ഇറച്ചിക്ക് മീനൊക്കെ ഇനി വില കുറയും. ചേമ്പ്, കാച്ചില്, ചേന ഇതിനൊക്കെ വില വരുന്ന സമയമാണ്. നമ്മൾ ഓണം കഴിഞ്ഞാലൊക്കെ പിന്നെ ചേനയ്ക്കൊക്കെ വില വരുന്ന സമയമാണ്. ഇന്നലെയൊക്കെ നമ്മളെ ചെസ്റ്റിലായിട്ട് പച്ചക്കറിക്ക് കൊടുക്കുന്ന കടയിലൊക്കെ ഇങ്ങനെ പാൽച്ചേമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് വിൽക്കുന്നത് 60 രൂപയ്ക്കട്ടെ കിലോയ്ക്ക്. അപ്പൊ എൻ്റെ അടുത്ത് ഉണ്ടോന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാനെന്തായി, ഇതും നമുക്കൊരു പ്രതീക്ഷ ഇല്ലല്ലോ. അപ്പൊ ഉണ്ട് ഇല്ല എന്നും പറഞ്ഞില്ല. നമ്മൾ നോക്കട്ടെ എന്ന് പറയും, കുറച്ചുണ്ട് കളച്ച് നോക്കിയിട്ട് പറയാന്ന് പറയും. അപ്പൊ ഇങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ കുറച്ചൊക്കെ നമുക്കും കൊടുക്കാനൊക്കെ ഉണ്ടാവും. എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു കൂട്ടത്തിൽ തന്നെ കണ്ടില്ലേ, ഒറ്റ കണ്ടേത് ഇത് കണ്ട അങ്ങോട്ട് മറിച്ചേക്കാം. അല്ല ഇങ്ങോട്ട് മറിച്ചിടി. അങ്ങോട്ട് ഇടി. ദൈവത്തുണ്ടല്ലോ ഇവിടെ, അതായത് ഇവിടെ കണ്ട് മണ്ണ് തട്ടി. ഇതാ ഇങ്ങനെ തട്ടിയായി മണ്ണ് എല്ലാം പോകുന്നുണ്ട്. സാധനം കിട്ടുന്നില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു നോക്കിയിട്ട് തരാൻ തരാം. അപ്പം സംഭവം ഇപ്പൊ കളച്ചപ്പോ നമ്മളെ ആവശ്യത്തിന് ഇഷ്ടം പോലെ ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ നമുക്ക് ഇനി എന്നും വൈകുന്നേരേ ചേമ്പ് പുഴുങ്ങി കഴിക്കാം. ഇതൊരു മഞ്ഞിട്ട് വെക്കൂല നമ്മള്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്. അത് നല്ല ടേസ്റ്റ്. നമ്മള് ഈർക്കളിയിലൊക്കെ കൊള്ളിയിൽ ഇങ്ങനെ കുത്തി കഴിക്കുന്നത് ആ മോഡൽ വെക്കാൻ പറയും മാനോട്. അപ്പൊ നമ്മളെ പ്ലാൻ ചിലപ്പോൾ മാറ്റും. ഇത് മൊത്തം ഒന്നും കളക്കുന്നില്ല. എന്താ വെച്ചാൽ ഒന്നിനെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കണ്ടില്ല, അങ്ങോട്ട് സ്ഥലം കാണിച്ചു. ഇനി വലിയ ഒരു ഏരിയക്ക് കഷ്ടി സ്ഥലമേ ഉള്ളൂ. പിന്നെ ഇവിടെ നമ്മളെ തിപ്പല്ലി ഉണ്ട്. തിപ്പല്ലി നമ്മൾ കളയുന്നില്ല. കണ്ടില്ലേ, ഇത് തിപ്പല്ലി ആട്ടോ. തിപ്പല്ലിയിൽ കായ് നോക്ക്. ഇവിടെ നമ്മൾ തിപ്പല്ലി നട്ടു കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുരുമുളക് കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ തിപ്പല്ലി സെറ്റ് ചെയ്ത് വെച്ചാണ് അവിടെ. അപ്പൊ ഇനി ഇതും കൂടെ നമുക്ക് കളയ്ക്കാം. എന്നാൽ കറക്റ്റ് നമുക്ക് ഒരു ഏരി കിട്ടും ചെയ്യും. ബാക്കിയുള്ളത് വില ഉണ്ടെങ്കിൽ കുറച്ച് നമുക്ക് കൊടുക്കാമല്ലോ. എന്തായാലും ഇപ്പൊ ഈ നല്ല വിലയുള്ള സമയത്ത് ഇത്രയൊന്നും ഇപ്പൊ തിന്ന് തീർക്കണ്ടല്ലോ. നമുക്ക് ഇഷ്ടം പോലെ കൊടുത്താലും നമ്മൾ ആവശ്യത്തിനുണ്ട്. കെങ്ങ എന്നാ മാലിടുന്നേ? ശബരിമലക്ക് പോനെ മറ്റന്നാളിട്ടാ. അപ്പൊ ഇനി മാലിടുന്നവരോടൊക്കെ എല്ലാവർക്കും ഇറച്ചി കഴിക്കാൻ പറ്റില്ലല്ലോ. ഇറച്ചി മീനൊന്നും എന്താ കഴിക്കും? ഇങ്ങനത്തെ ചേമ്പും ചേനയൊക്കെ അല്ലേ? അപ്പൊ ഫുള്ള് ഇനി നമ്മുടെ അടുത്ത് ചേമ്പുണ്ട് എന്ന് അറിഞ്ഞോടി കേട്ടോ. കൊടുക്കാണ്ടെന്ന് പറഞ്ഞോട്ടോ. എല്ലായിടത്തും ഫുള്ള് പബ്ലിസിറ്റി കൊടുക്കട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, കുറെ ചേമ്പ് കിട്ടുന്ന പ്രതീക്ഷ ഉണ്ട്. ഇപ്പൊ ഇത്ര കിട്ടിയോണ്ട് അപ്പൊ എല്ലായിടത്തും പറയും കാമ്പറത്ത് ഫാമിലി വന്നാല് എന്താ കിട്ടിയ? ചേമ്പ് കിട്ടും. ഇതാ സംഘം കാണിച്ചു കൊടുക്ക്. വിത്തൊക്കെ അല്ലേ നാസർക്ക? അത്യാവശ്യം നല്ല നീട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ ടൗണിൽ പറഞ്ഞല്ലോ, നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുന്ന കടയിൽ പച്ചക്കറി. ഇന്നലെ പച്ചമുളക് കൊടുക്കാൻ പോയപ്പം ഒരിടത്തൊക്കെ ഈ റേഞ്ച് ഇത്ര ഉള്ളൂ. പക്ഷെ നമ്മൾ നല്ല നീട്ടുണ്ട്. വണ്ണം കുറച്ച് കുറവാ, എന്താ അറിയില്ല, വണ്ണം കുറവാ. വണ്ണം കുറവിന്റെ കാര്യം പറയുമ്പോ നല്ല വണ്ണം ഇട്ടിട്ടുണ്ട്. പിള്ളേർക്ക് എടുത്തിട്ട് ഈ കണ്ട നമുക്ക് ഈ കണ്ടായിട്ട് നമ്മൾ നട്ടു കൊടുക്കനി ഇവിടുന്ന് അരിഞ്ഞിട്ട് ഈ കണ്ടായിട്ട് തന്നെ നടുക. അപ്പൊ അത് നമ്മൾ തണുപ്പുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കട്ടോ. ഇത് ഇങ്ങനെയല്ല, ഇതൊക്കെ വെട്ടി ഒഴിവാക്കിയിട്ട് കണ്ടകൾ മാറ്റും. ഒന്നും കൂടെ മറിച്ച് നോക്കാം. അങ്ങോട്ട് മറിച്ചിടണം. മൊത്തത്തിൽ നിങ്ങൾക്ക് മറിച്ചിടാം. ഉണ്ടെങ്കിൽ എടുക്കില്ല. നടാനുള്ള കണ്ടൊക്കെ ഉള്ളത് ഇവിടെ തന്നെ വെട്ടിയിട്ട് ഇത് തണുപ്പുള്ളടത്ത് വെക്കാം. പന്നി കാണുന്നിടത്ത് കൊണ്ട് വെക്കണ്ട കേട്ടോ. തോട്ടത്തിലൊന്നല്ല, നമ്മൾ വിത്തൊക്കെ എടുത്ത് വെക്കുന്ന സ്ഥലം അങ്ങോട്ട് മാറ്റി. ഈ കണ്ടകളെ നമുക്ക് പിരിച്ചിട്ട് ഇങ്ങനെ തന്നെ എടുത്ത് കൊണ്ടാക്കാം അല്ലേ. ഇതാ കണ്ട നോക്ക്. ഇങ്ങനെ പന്നി തിന്നോടന്ന് 2 കഷ്ടി ഈ അടിയിൽ ഈ സംഭവം ഇല്ലേനു. ഇത് കുറച്ചൊരു ഭാഗം മാത്രം, ബാക്കിയൊക്കെ പന്നി വന്ന് കളിച്ചിട്ട് അതിന് കൊണ്ട് നട്ടിട്ട് നമ്മൾ ഇത്രയും ഉണ്ടാക്കിയത്. ഇനി നമുക്ക് അതും കൂടെ ഒന്ന് കളിക്കാം. അത് തോന്നിക്കോളൂ. ഇപ്പൊ നമുക്ക് റൗണ്ട് കിട്ടും. അതും കൂടെ എടുത്തിട്ട് ഇതാ അതും കൂടെ തരും. ഇത് ഉമ്മാക്ക് കൊടുക്കാല്ല, തോരൻ വെക്കാനേ. ഇളന്തൂമ്പ് കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇളന്തൂമ്പൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഫുള്ള് ഇതാക്കിയോണ്ട് ചിലപ്പോ ചേമ്പും തണ്ടും ഇട്ട് വെച്ച് വെക്കാന്ന് പറയാം. അങ്ങനെ വെറൈറ്റി വെച്ച് വെക്കാം. നമുക്ക് അങ്ങനെ വെക്കലുണ്ട് തോന്നുന്നു. അധികം വെക്കൽ ഞങ്ങള് ചേമ്പിന്റെ ഇലയും തണ്ടും കൂടെയാണ്. ഇനി നമുക്ക് ചേമ്പും തണ്ടും കൂടെ വെച്ച് വെക്കാലൊന്ന്. ഇതേ താത്താക്ക് കൊണ്ട കൊടുക്ക്. എങ്ങനെ ഏൽപ്പിക്കട്ടെ, വാടിപ്പോ എന്നിട്ട് കൂടെ വാട്ടോ. ഇത് പാൽച്ചേമ്പല്ലേ? ആണല്ലേ. ചെറുചേമ്പിന്റെ ഉണ്ട് അല്ലേ? ചെറുചേമ്പുള്ള പോലെ. അപ്പൊ നമ്മളിതാ രണ്ടാമത്തെ ചേമ്പും കളച്ചിട്ടുണ്ട് കേട്ടോ.
രണ്ടാമത്തെ ചേമ്പ് ഇഷ്ടം പോലെ ചേമ്പ് ഇതിന്റെ കൂടെ എടുത്തോ തൊട്ടപ്പോത് പോന്നോ എടുത്തോളി പൊന്തട്ടെ ആശ്രാക്ക് വീട്ടുണ്ട് ഇവിടെ കൈക്കോട്ട് കൊണ്ടല്ലോ കുഴപ്പമില്ല എല്ലാം തട്ടിയെടുക്ക ഇതിലെന്താ ഇല്ലേ തട്ട് ഇത് ചെറിയ ചേമ്പാട്ടോ ഇതിമ തന്നെ പൊട്ടി ഉണ്ടായതാണ് ഇതിമ കിട്ടുന്നില്ലത് ചേമ്പുണ്ട് ഇവിടെ എല്ലാം കുടുങ്ങി പോയല്ലത് ഇതിൽ വിത്ത് കുറവാല്ലേ മറ്റേന്റെ അത്ര എന്താ അറിയില്ല മറിച്ചിട്ട് നോക്കട്ടെ മണ്ണ് നല്ല ഉണ്ട് മണ്ണ് നല്ലട്ടെ കിട്ടുന്നുണ്ടല്ലോ ഇതാ ചെറുതും വെള്ളതാ നമുക്ക് തന്നെ മണ്ണ് കളഞ്ഞിട്ട് കാണിച്ചു തരാം ഇപ്പൊ കൈയായിട്ട് തട്ടിയിട്ടൊന്നും മണ്ണ് പോണില്ല ഇതുപോലെ നമ്മൾ ഇഞ്ചി കൈക്കോട്ടായിട്ട് തട്ടിയപ്പോ വേഗം പോയി ഇതില് അത്ര വിത്തില്ല എന്നാലും ഉണ്ടല്ലോ അസർക്ക കുറവാണ് നമ്മളെ കൊട്ടം കൊണ്ടെടുക്ക് ആദ്യത്തെ പിന്നെ കുറച്ചുകൂടെ നല്ല വലിയ 3 കട ഉണ്ടായില്ലേ ഫസ്റ്റത്തേല് 3 കണ്ടയിലുള്ളതായിരുന്നു ഒരു കൂട്ടം തന്നെ 3 കണ്ടായിട്ട് വന്നാ അതങ്ങോട്ടൊക്കെ ഉണ്ട് ഇതാണ് എല്ലാം പൊട്ടു പിടിക്കുന്നില്ല അസർക്ക പൊട്ടിയതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം വേഗം വെക്കാം വേഗം പുഴുങ്ങ അല്ലാത്ത നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ദിവസം വെക്കാലോ ഉണ്ട് കുഴപ്പമില്ല എന്നാലും നമുക്ക് അതൊരു കൊട്ടാവാനായിട്ടുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് എല്ലാവർക്കും എടുക്കാൻ മാത്രം ഉണ്ട് ഇത് നല്ല വിത്ത കേട്ടോ സൂപ്പർ ഞങ്ങപ്പോ കുഴിയിലിട്ട് മൂടും ഞാന് ഞങ്ങൾക്ക് നമ്മളെ ചേമ്പ് കളച്ച കുഴിയിലാണ് ഇതാ കിട്ടുന്നുണ്ട് ഉണ്ടല്ലേ ഇത് ഞാൻ പറയില്ലേ വേര് നോക്ക് നമ്മളെ വിത്തിനെക്കാട്ടിയും കൂടുതൽ വേരാ ഉള്ളത് അതാ പറഞ്ഞ ഇങ്ങനെ കരുത്ത് പാടില്ലാന്ന് ഓവർ കരുത്ത് വന്നപ്പം വിത്ത് കുറഞ്ഞു പോയി ക്ഷീണത്തിൽ നിന്നിട്ട് ഇത് ചിലപ്പോൾ ഇതിനോട് ചേർന്ന് കിടക്കണം അതിലുണ്ടാവും അതാ വിത്ത് കണ്ടോ പൊട്ടി ഉണ്ടായെന്നും വിത്തൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ കറക്റ്റ് നമ്മളെ കൈക്കോട്ട് കുടുങ്ങിയ സ്ഥലം അല്ലേ അത് പൊട്ടിച്ചോളി ബാക്കി കണ്ടേ കേട്ടോ ഇത് കണ്ടേനെ നമുക്ക് അത്യാവശ്യത്തിന് കിട്ടി ഈ 3 കണ്ടി ഈ കണ്ടിയായി അല്ലേ 4 കണ്ടുണ്ട് നമുക്ക് നട്ടു കൊടുക്കാൻ അതിമന്ന് പിരിക്കാനുള്ളതാണ് ഈ കണ്ടിയാണ്ട് മാറ്റി വെച്ചാല് സംഭവം ഉണ്ടോ നോക്കി ഒന്നും കൂടെ ചാൻസ് ഇല്ല എന്നാലും ഒന്ന് വിത്തുണ്ടെങ്കിൽ എടുത്തിട്ട് നമുക്ക് ഈ കണ്ട അങ്ങോട്ട് കൊണ്ടാക്കുകയും ചെയ്യാം അപ്പൊ നമുക്കിതാ ഇത്രയും ചേമ്പ് കിട്ടിയിട്ട് നല്ല അടിപൊളി പാൽച്ചേമ്പാണ് നമ്മൾ ഇത് മാത്രമല്ല നമ്മൾ മൊത്തം കളക്കിന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആദ്യം തുടക്കത്തിൽ ചെയ്തത് അപ്പൊ അതൊക്കെ അവിടെ നിർത്തുക കേട്ടോ എന്നുവെച്ചാൽ നമുക്ക് അവിടെ ഒരു ഏരി എടുക്കാൻ പറയുന്ന സ്ഥലത്തിന്റെ കുറവുണ്ട് ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് ഏരി എടുക്കാം അപ്പൊ നല്ല വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട് നമ്മള് ഇലകളൊക്കെ കളയുമ്പോൾ നല്ല വെളിച്ചമായിട്ടുണ്ട് ഇനി ഇവിടെ വേഗം തൈകൾ നട്ടു കൊടുക്കണം അപ്പം നമ്മളെ വീഡിയോ ഇവിടെ നിർത്തുക ഇന്ന് വൈകുന്നേരത്തേക്ക് നല്ല ചേമ്പ് പുഴുങ്ങിയല്ലേ കങ്ങി ഉണ്ടാവും കഴിക്കാൻ നമുക്ക് ചേമ്പ് പുഴുങ്ങുക നല്ല ഇങ്ങനെ വൃത്തിയിലൊക്കെ കുറച്ച് ദിവസം കൂടെ എടുത്തു വെക്കാം പൊട്ടിയതൊക്കെ എടുത്തിട്ട് ഇന്ന് അടിപൊളിയായിട്ട് ചേമ്പ് പുഴുങ്ങട്ടെ എങ്ങനെയാണ് ടേസ്റ്റിനൊക്കെ നമ്മൾ നാളെ ഇടുന്ന വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പൊ ചേമ്പ് ബൈ ആയിട്ടില്ല അപ്പൊ ചേമ്പ് ആവശ്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അടുത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് കളിച്ചാലൊക്കെ കുറച്ചൊക്കെ കൊടുക്കാനുണ്ടാവും എന്താ വെച്ചാൽ ഇതന്നെ ഉണ്ട് ഞങ്ങൾക്ക് ധാരാളമായിട്ട് കഴിക്കാനൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇനി ബൈ പറഞ്ഞോ